ഹലോ, അപ്പോൾ വിഷു ഒക്കെ അല്ലേ വരുന്നത്. കുറേ ടൈപ്പ് പായസം എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാമല്ലേ. നമുക്ക് ചെറുപയർ വെച്ചിട്ടൊരു പായസം ഉണ്ടാക്കി നോക്കിയാലോ. അധികം പേരും ചെറുപയർ പരിപ്പ് വെച്ചിട്ടാണ് പായസം ഉണ്ടാക്കുക. എന്നാൽ നമുക്ക് ചെറുപയർ പരിപ്പല്ലാതെ ചെറുപയർ കൊണ്ട് നമുക്ക് പായസം ഉണ്ടാക്കി നോക്കാം. ഇത് ചെറുപയർ പരിപ്പിനേക്കാൾ ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ഒരു പായസം. അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇതാ ഒരു ബൗൾ ചെറുപയർ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. പൊടിച്ച് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക. അങ്ങനെ എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ തൊലിയെല്ലാം ഒന്ന് മാറി കിട്ടും. പരിപ്പ് വേറെ അങ്ങനെയായി കിട്ടും കേട്ടോ. ഒന്ന് എന്താ പറയുക, ഒന്ന് ചെറുതായി കിട്ടും, അതേപോലെ വലിപ്പത്തിൽ നിൽക്കില്ല. അപ്പോൾ മിക്സിയിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിതാ ഈ ഒരു പരുവത്തിൽ നമുക്കത് ആക്കിയെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കതൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ കഴുകിയെടുക്കുക. അത് പൊടിഞ്ഞു പോയത് കൊണ്ട് കഴുകിയെടുക്കുമ്പോൾ പോവോ എന്നുള്ള പേടിയൊന്നും വേണ്ട, ഒന്നും ആവില്ല. നമ്മൾ കഴുകിയെടുക്കുമ്പോൾ ഇതേപോലെ നല്ല നീറ്റായിട്ട് നമ്മൾ കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ കുക്കറിലേക്ക് ഇട്ടിട്ട് ഒരു 3 വിസിൽ അടിക്കുമ്പോൾ തന്നെ ഇതാ നല്ലപോലെ നമ്മളെ പരിപ്പൊക്കെ റെഡിയായി വരും കേട്ടോ. അപ്പോൾ കുക്കറിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊരു 3 വിസിലടിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു പായസമാണ് കേട്ടോ. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കേണ്ട ആവശ്യമേ വരുന്നില്ല. അപ്പം നമുക്കിതൊരു 3 വിസിലടിക്കാൻ വെച്ചിട്ട് ഇതാ 3 വിസിലൊക്കെ അടിച്ച് കഴിഞ്ഞ് ഒന്ന് തണുത്ത് വിസിലൊക്കെ പോയ ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മളെ ചെറുപയർ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അധികം വെള്ളം ഒന്നും നിൽക്കുന്നില്ല. അതിന് വേണ്ടിയാണ് നമ്മൾ 1/2 ഗ്ലാസ് വെള്ളം തന്നെ ചേർത്ത് കൊടുത്തത് കേട്ടോ. അപ്പോൾ അത് ഇളക്കി നോക്കുന്ന സമയത്ത് നല്ലപോലെ നമ്മുടെ ചെറുപയറൊക്കെ വെന്ത് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ തേങ്ങാപ്പാലാണ് കേട്ടോ. തേങ്ങാപ്പാലിൻ്റെ 1-ാം പാൽ നമ്മളിപ്പോൾ ചേർക്കേണ്ട. നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ഇതിൻ്റെ 2-ാം പാലാണ് കേട്ടോ. ആ 2-ാം പാൽ ചേർത്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് മധുരത്തിന് എത്രയാണോ ശർക്കര ആവശ്യമുള്ളത് അത് ഇട്ട് കൊടുക്കുക. ഞാൻ ഇവിടെ 4 ആണി ശർക്കര ആട്ടോ ഇട്ട് കൊടുക്കുന്നത്. എനിക്ക് മധുരം കുറച്ച് കൂടുതലുള്ളത് എപ്പോഴും ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്രയും ശർക്കര ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ആ കുക്കറിൻ്റെ മൂടി വെച്ചൊന്ന് അടച്ച് വെക്കുക. എന്നാൽ നല്ല ടൈറ്റാക്കി അടയ്ക്കേണ്ട, ജസ്റ്റ് ആ മൂടി വെച്ചൊന്ന് അടച്ച് വെച്ചാൽ മാത്രം മതി കേട്ടോ. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ട് 5 മിനിറ്റ് ഒന്ന് തിളപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സെറ്റായിട്ട് എന്താ പറയുക, ശർക്കരയും പാലും ഒക്കെ ഇതാ നമ്മുടെ ചെറുപയറിൽ ഇങ്ങനെ പിടിച്ച് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മളെ 1-ാം പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഈ സമയത്ത് വേണമെങ്കിൽ ഏലക്കായ പൊടിച്ചതും നമ്മുടെ തേങ്ങാക്കൊത്തൊക്കെ അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പക്ഷേ അതിൻ്റെ ടേസ്റ്റ് ഒന്നും എനിക്ക് അത്ര ഇഷ്ടമായതുകൊണ്ട് ഞാൻ അതൊന്നും തന്നെ ഇതിലേക്ക് ചേർക്കുന്നില്ല. ഇത് നമ്മുടെ 1-ാം പാൽ ചേർത്ത് ഒന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ ചെയ്യുന്നത്. പിന്നെ ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മൂപ്പിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ 1-ാം പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് അധികം തിളയ്ക്കാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഞാൻ അതിലേക്ക് 2 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നെയ്യിൻ്റെ ഫ്ലേവർ വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നെയ്യൊക്കെ ഒഴിച്ച് അധികം ഇത് എന്താ പറയുക തിളയ്ക്കാൻ വെക്കാം. നമുക്ക് അപ്പോൾ തന്നെ ഗ്യാസ് ഓഫ് ചെയ്ത് വാങ്ങാം കേട്ടോ. ഇത് തണുത്ത് കഴിഞ്ഞാൽ നമുക്കിതാ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് നമുക്കിത് കുടിക്കാം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയില്ലെങ്കിൽ തീർച്ചയായും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ചെറുപയർ പരിപ്പിനേക്കാൾ ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കും കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അത് ഇൻഗ്രീഡിയൻസിനൊന്നും ആവശ്യമില്ല. അപ്പോൾ നിങ്ങളിത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണേ.